രോഗമൊന്നുമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ അന്തസ്സിൽ നമ്മൾ നടക്കുക എന്ന് പറയുന്നതൊന്നും അള്ളാന്റെ സിഫത്തല്ല. അള്ളാഹുവിന്റെ സിഫത്ത് പഷ്ണി കിടക്കൻ തിന്നാതിരിക്കലാകുന്നു. അല്ലേ? അള്ളാഹിനെ എത്ര ആൾ ചീത്ത കുറ്റം പറയുന്നു അല്ലേ? എത്ര മനുഷ്യന്മാരാണ് അള്ളാഹിനെ കുറ്റം പറയുന്നത്, എളിമയാക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നത് അല്ലേ? നമ്രൂദ് എന്തൊക്കെ ചെയ്തു? ഇബ്രാഹിമിന്റെ അള്ളാഹിനെ ഞാൻ വെടിവെച്ചു അല്ലേ? വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിമിന്റെ അള്ളാഹിനെ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ അമ്പെയ്തിട്ട് അള്ളാഹു വ്യക്തമാക്കിയിട്ട് കാണിച്ചു കൊടുത്തില്ലേ? അപ്പൊ അത് അള്ളാഹിനെ കളിയാക്കല്ലേ? അപ്പൊ അള്ളാഹിനെ കളിയാക്കിയില്ലേ? അള്ളാഹ് എത്തത്തില്ലേ? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം രോഗിയായി അല്ലേ? രോഗത്തിലായി, അങ്ങേയറ്റ രോഗിയായി. അത് ഇബ്ലീസ് ഒന്ന് മന്ത്രിച്ചു എന്നല്ലേ പറയുന്നത്? അപ്പോ എന്നിട്ടെന്താ മൂപ്പർക്ക് അന്തസ് ഉണ്ടായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞില്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, സഹോദരികൾ, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ചാകുന്നു. അപ്പൊ രോഗങ്ങളെ കൊണ്ടിട്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസത്തില്ല എന്ന് ഞാൻ വലിയ ഇത്രയും ഭാഗത്തെടുത്തിട്ട് എനിക്ക് എന്താ ഇപ്പം ഇങ്ങനത്തെ രോഗമൊക്കെ വരാൻ എന്ന്, അല്ലെങ്കിൽ പഷ്ണി ഉണ്ടാവാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ എങ്ങനെ ആളടിയിൽ ഇങ്ങനെ എളിമത്തനുണ്ടാവാൻ എന്താ കാരണം എന്നും ചിന്തിക്കൽ അത് ഇബ്ലീസിന്റെ പദവി, ഇബ്ലീസിന്റെ വക്കൽ നിന്നാകുന്നു, അല്ലാഹുവിന്റെ വക്കൽ നിന്നല്ല. അതൊന്നും അല്ല. ഇസ്സത്തു വലില്ലാഹിൽ ഇസ്സത്തു, അല്ലാഹുവിനിക്കാണ് ഇസ്സത്ത്. വലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനുമാകുന്നു. വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്കുമാകുന്നു. അവർ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുന്നവർക്കുമാകുന്നു ഇസ്സത്ത്. അള്ളാഹുവിനെ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 എളിമത്തരം, പഷ്ണി, രോഗങ്ങൾ, ആളടിയിൽ നിന്ന് നാണക്കേട് അല്ലേ? ഈ 3 സംഗതി നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഈമാൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ എന്ത് കാട്ടാൻ പാടില്ല? നമ്മൾ ആത്മഹത്യ ചെയ്യാനൊന്നും പാടില്ല അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ, കടം കയറിയിട്ട് സർക്കാർ ഇപ്പൊ ഇതിന് സഹായിക്കാനൊക്കെ ഒരുങ്ങിയപ്പോ അല്ലേ? അപ്പൊ നമ്മൾ അതിനൊന്നും പാടില്ല. ഇതൊക്കെ നമുക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ സിഫത്താകുന്നു ഭക്ഷണം ഒഴിവാക്കൽ അല്ലേ? അതേപോലെ തന്നെ എളിമത്തരങ്ങളെ അള്ളാഹുവിന്റെ സിഫത്താകുന്നു അല്ലേ? അള്ളാഹുവിനെ കുറ്റം പറയാം. അത് നബി അലൈഹി സ്വലാം മുതൽക്ക് തന്നെ അള്ളാഹുവിനക്ക് ശത്രുവുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്നാണ് അള്ളാഹിനോട് പറഞ്ഞത്, എന്റെ ജനങ്ങളെ മുഴുവനും ഞാൻ വഴിതെറ്റിപ്പിച്ച് കളയും. ജിന്നെ പേപ്പിച്ചത് കൊണ്ട്, എന്നെ ബഹുമാനിക്കാത്തത് കൊണ്ട്. ഇബ്ലീസ് പറഞ്ഞ് നീ എന്നെ ബഹുമാനിക്കാത്തത് കൊണ്ട്